നമസ്കാരം. പുതിയ തലമുറയായി സുഖോയ് വിമാനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് ഈജിപ്ത് പിന്നാക്കം പോയതിനു പിന്നാലെ റഷ്യയുമായുള്ള കരാർ സംബന്ധിച്ച് ഇന്ത്യയ്ക്കും ആശയക്കുഴപ്പമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മുതിർന്ന ഈജിപ്ഷ്യൻ സൈനിക ഉദ്യോഗസ്ഥനാണ് സുഖോയ് വിമാനങ്ങൾ സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇന്ത്യക്ക് പുടിൻ ആക്രി സാധനങ്ങളാണ് വിൽക്കാൻ ശ്രമിക്കുന്നത് എന്ന വിമർശനവും പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഫ്രാൻസ് നിർമ്മിച്ച റഫാൽ, റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയിലുള്ളത്. ഇപ്പോൾ റഷ്യ 5ാം തലമുറ വിമാനമായ സുഖോയ് 35, അതോടൊപ്പം 57 എന്നിവ ഇന്ത്യക്ക് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടിലുമുള്ള താല്പര്യം ഇതുവരെ ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല. Su-35 വിമാനങ്ങളിലെ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ മുതിർന്ന ഈജിപ്തിയൻ സൈനികൻ എടുത്തുകാട്ടിയതായും ഇത് വാങ്ങാൻ ആഗ്രഹിച്ച ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്നാക്കം പോയതാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് 2018 മുതൽ റഷ്യയുമായുള്ള യുദ്ധവിമാന കരാറുകൾ നടപ്പാക്കിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. 2018 റഷ്യയിൽ നിന്ന് 24 Su-35 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനായിരുന്നു നീക്കം. ഈജിപ്ത് $2 മില്യൺ കരാർ ഒപ്പിട്ടു. പശ്ചിമേഷ്യയിലെ റഷ്യയുടെ പ്രധാന പ്രതിരോധ കരാർ വിജയമായിട്ടാണ് ഇത് വിശേഷിക്കപ്പെട്ടത്. എന്നാൽ 2020 ഈ കരാർ കോൾഡ് സ്റ്റോറേജിലേക്ക് പോയെന്നാണ് റിപ്പോർട്ട്. ബഹുമുഖ ഉപയോഗത്തിനായുള്ള Su-35, 45 തലമുറ വിമാനങ്ങൾ നിരവധി ഹൈടെക് ആയുധങ്ങളും റഡാർ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയവയാണ്. നിരവധി സാങ്കേതിക പിഴവുകൾ ഈ വിമാനത്തിൽ കണ്ടെത്തിയെന്നാണ് ഈജിപ്തിന്റെ വാദം. റഡാർ, എഞ്ചിൻ, ഇലക്ട്രോണിക് പോർമുനകൾ എന്നിവയിലാണ് പിഴവുകൾ കണ്ടെത്തിയത്. കൗണ്ടറിംഗ് അമേരിക്കൻ അഡ്വസറീസ് ത്രൂ സാങ്ഷനിങ് ആക്ട് നിയമപ്രകാരം ഉപരോധങ്ങളുടെ സമ്മർദ്ദവും ഈജിപ്തിന് നേരെയുണ്ടായിരുന്നു. വിമാനത്തിന്റെ സാങ്കേതിക പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഈജിപ്ഷ്യൻ വ്യോമസേന വിമാനത്തിന്റെ പിഴവുകൾ കണ്ടെത്തിയത്. ഇർബിസ് ഈ റഡാർ സാങ്കേതികമായി ദുർബലമാണെന്ന് കണ്ടെത്തി. ഇത് പഴയ രീതിയിലുള്ള പാസീവ് ഇലക്ട്രോണിക്കൽ സ്കാൻഡ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. US-ന്റെ A-35, ഫ്രാൻസിന്റെ റഫാൽ പോലുള്ള യുദ്ധവിമാനങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ അവർ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ ഉപയോഗിക്കുന്നുണ്ട്. യുദ്ധസമയത്ത് എതിർ രാജ്യങ്ങൾക്ക് ജാം ചെയ്യാനുള്ള സാധ്യത ഇതിന് കുറവാണ്. ആധുനിക യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വിമാനങ്ങളെ അപേക്ഷിച്ച് Su-35ന്റെ ഇലക്ട്രോണിക് പോർമുനകൾ ദുർബലമാണ്. ഇന്നത്തെ ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾ നേരിടാൻ ഇതിന് കഴിവില്ല എന്നാണ് ഈജിപ്ഷ്യൻ വ്യോമസേന പറയുന്നത്. Su-35 ഉപയോഗിക്കുന്ന AL-41 എഞ്ചിൻ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുകയും ഉയർന്ന താപം അതോടൊപ്പം ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ശക്തമായ എഞ്ചിനാണെങ്കിലും ഉയർന്ന താപം അതോടൊപ്പം ശബ്ദ തരംഗങ്ങൾ ഉള്ളതിനാൽ ഇവ ഇൻഫ്രാറെഡ് റഡാർ സംവിധാനങ്ങളുടെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഈജിപ്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തന രീതിക്ക് വിരുദ്ധമാണിതെന്നും വിലയിരുത്തുന്നുണ്ട്. ലിബിയ, സിനായ് പോലുള്ള മേഖലകളിലുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യം നേരിടുന്നത്. എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആശ്രയിച്ചാണ് Su-35 യുദ്ധവിമാനം പ്രവർത്തിക്കുന്നത്. ഈജിപ്തിന്റെ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ മേക്കിംഗ് കഴിവിനെ ഇന്ത്യ പരിമിതിപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. റഫാൽ ജെറ്റിൽ RBE-2 അതോടൊപ്പം AESA റഡാർ, സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം തുടങ്ങിയ നൂതന കഴിവുകളുണ്ട്. ഇതിനു പുറമേ നിന്നുള്ള സഹായമില്ലാതെ പ്രവർത്തിക്കാനും കഴിയും. റഷ്യൻ യുദ്ധവിമാനങ്ങൾ വാങ്ങിയാൽ $1 മില്യൺ അധികം റദ്ദാക്കുമെന്ന് അമേരിക്കൻ വ്യക്തമാക്കിയതും ഈജിപ്തിന്റെ പിൻവാങ്ങലിന് പിന്നിലുള്ള ഒരു പ്രധാന കാരണമായി. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.
ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.